കേരളത്തിന്റെ ആനത്തേടികളുടെ ഹൃദയം ചേർത്ത മംഗലാകുന്ന കർണൻ പാലകാപ്യ ഗണപതി പുരസ്കാരം ആന പരിശീലനത്തെയും പരിപാലനത്തെയും എന്നാൽ ആന പരിശീലനത്തിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ പുസ്തകത്തിന് മുമ്പ് പാലകാപ്യ മുനി എന്ന് പറയുന്നതാണ്. അതിനർഹമായ മംഗലാകുന്ന കർണൻ കർണൻ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും കരിവീരനായുണ്ട്. കർണന്റെ അഗാധമായ വേർപാടിൽ നമ്മുടെ സങ്കടം കൂടി ചേർത്ത് വയ്ക്കുകയാണ്. ഗജരാജനാണ് കടന്നു വരുന്നത്. ചിറക്കര വിനുകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള ബീഹാറിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഗജരാജനാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ചിറക്കര ശ്രീറാം, ദേവനാരായണൻ, ചിറക്കര മണികണ്ഠൻ എന്നീ ആനകളോടൊപ്പം കളിച്ചുല്ലസിച്ച ഏറ്റവും സൗമ്യനായ മതൽപ്പാടിൽ പോലും തൊട്ടടുത്ത് ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഗജരാജനാണ് ചിറക്കര ശ്രീറാം. ഒന്നാം പാപ്പാൻ അനീഷാണ്. അനീഷിന്റെ എല്ലാ സ്നേഹങ്ങളും ഏറ്റുവാങ്ങിയാണ് തെക്കിന്റെ അഭിമാനമായ നമ്മുടെ കൊല്ലം ജില്ലയിലെ ചിറക്കരയുടെ അഭിമാനമായ പ്രിയപ്പെട്ട ശ്രീറാം ഇതാ ആനത്തറയിലേക്ക് വരുന്നു. നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ 2 വർഷത്തിന്റെ അഭിമാനം കൂടിയായ അമ്പാടി ബാലൻ ബാലനെ ദയവായി ഫലമത്യ ഗജപതി പുരസ്കാരം തുടർച്ചയായി 2 തവണ ലഭിച്ച അമ്പാടി ബാലൻ നിലവിലും അളവിലും അഴകിലും ലക്ഷണമൊത്ത തെക്കൻ കേരളത്തിന്റെ അഭിമാനം കൂടിയായ അമ്പാടി ബാലൻ തിരുവമ്പാടി ദേവസ്വം കഴിഞ്ഞ 2 തവണ പാലകാപ്യ ഗജപതി പുരസ്കാരത്തിന് അർഹനായ ഗജരാജൻ, തെക്കിന്റെ അഭിമാനമായിട്ടുള്ള അമ്പാടി ബാലനാണ് ഇപ്പോൾ ആനത്തറയിലേക്ക് കടന്നെത്തുന്നത്. മീനച്ചിലാറിന്റെ തീരങ്ങളെ തൊട്ടുചേർന്ന അക്ഷരനഗരിയുടെ അക്ഷരം തെറ്റാത്ത വാക്കാണ് കിരൺ നാരായണൻ കുട്ടി. അഭിമാനമായി തെയ്യക്കോലങ്ങളുടെ കണ്ണൂരിലും പനങ്കാടുകളുടെ പാലക്കാട്ടിലും വശ്യതയുടെ വയനാടൻ ചുരവും കടന്ന് ഇന്ന് തെക്കൻ കേരളത്തിന്റെ അനന്തപുരിയുടെയും കൊല്ലത്തിന്റെയും ഉത്സവപ്രേമികളുടെ ഹൃദയ അറകളിലേക്ക് സന്നിവേശിപ്പിച്ച കിരൺ നാരായണൻ കുട്ടി എന്ന ഗജരാജനാണ് ആനത്തറയിലേക്ക് ആചാര അനുഷ്ഠാനങ്ങളുടെ നിറവിലേറി നമ്മൾ നടത്തുന്ന ആനത്തറയിൽ നടത്തുന്ന ഗജരാജ സംഗമത്തിൽ എത്തിച്ചേരുവാൻ ബന്ധപ്പെട്ട ബാബാന്മാർ. കിരൺ നാരായണൻ കുട്ടി തൃശൂർ പൂരം എന്ന ജയസൂര്യയുടെ സിനിമയിൽ അഭിനയിക്കുകയും ആ കിരൺ നാരായണൻ കുട്ടിയാണ്, സിനിമാതാരം കൂടിയാണ്. നമുക്ക് കൈപിടിച്ചു കൊടുക്കുക. എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയത്തെ മധുചേട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഗജരാജനാണ് കിരൺ നാരായണൻ കുട്ടി. സുരേഷ് വാടാപ്പള്ളി ഏറ്റവും സ്നേഹമുള്ള പാപ്പാനാണ് കിരൺ നാരായണൻ കുട്ടിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാപ്പാൻ. സുരേഷ് വാടാപ്പള്ളിയുടെ അരിമ വാത്സല്യമായ കിരൺ നാരായണൻ കുട്ടിയാണ് ഇപ്പോൾ ആനത്തറയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്.
ഏറ്റവും കുസൃതി നിറഞ്ഞ എന്നാൽ പെട്ടെന്ന് പിണങ്ങുക കൂടി ചെയ്യുന്ന ഗജരാജനാണ് പ്രിയപ്പെട്ട കോട്ടയത്ത് നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന ഉണ്ണിപ്പിള്ളി ഗണേശ്. അറിയിക്കുന്നു. അങ്ങനെ പേരൂർ ശിവനും ശ്രീരാമൻ, ആമ്പാടി ബാലൻ, കിരൺ നാരായണൻ, ഉണ്ണിപ്പള്ളി ഗണേശൻ ചേർന്ന ഗജരാജാക്കന്മാരാണ് ആനത്തറയിലേക്ക് കയറി പൊന്നുഭഗവാന്റെ തിരുമുമ്പിലേക്ക് ദേശം കാലത്തെയും കാലം ദേശത്തെയും അടയാളപ്പെടുത്തിയ ചരിത്ര ഉത്സവം. വിളിച്ചാൽ വെളിപ്പുറത്തോടിയെത്തുന്ന വിശ്വാസകോടികളിൽ സൂര്യപ്രാർത്ഥനകൾ നിറച്ചു വയ്ക്കുന്ന പൊന്നുഭഗവാൻ വലിയവിള പൊന്നുമാടൻ തമ്പുരാൻ. മനുഷ്യർ പാർക്കുന്ന എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഈ നാടിന്റെ വിശ്വാസ സമുദ്രത്തിന്റെ കൊടിയടയാളം സൂര്യനോടൊപ്പം ചേർത്ത് വച്ച് നിറഞ്ഞ ആകാശങ്ങളിൽ മാനവികതയുടെ നക്ഷത്രങ്ങളെ വിന്യസിച്ച പൊന്നുഭഗവാൻ, അനപ്പണയാത്ത മണ്ണടലുകളിൽ ചരിത്രം പേറുന്ന ഭഗവാന്റെ തിരുമുമ്പിൽ ചരിത്ര പ്രസിദ്ധമായ തിരുവുത്സവ ആഘോഷങ്ങളിലാണ് ലക്ഷണമൊത്ത 5 ഗജരാജാക്കന്മാർ ഇവിടെ നിറഞ്ഞെത്തിയിരിക്കുന്നത്. ചിറക്കര ശ്രീരാമം, ഉണ്ണിപ്പള്ളി ഗണേശ് ശ്രീരാമം, ആമ്പാടി ബാലനും ഉണ്ണിപ്പള്ളി ഗണേശനും തുടങ്ങിയ 5 ഗജരാജാക്കന്മാരാണ് ഇപ്പോൾ ആനത്തറയിൽ തലയെടുപ്പിനായി ആദ്യ റൗണ്ടിൽ. അതുപോലെ ആനയെ യാതൊരു കാരണവശാലും തോട്ടിക്കൊണ്ടോ മുട്ടിപ്പിന്നുകൾ ഉപയോഗിച്ചുകൊണ്ടോ വേദനിപ്പിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ആനയെ അറിയാത്ത ഭാവത്തിൽ യാതൊരു കാരണവശാലും ഉപദ്രവിച്ച് തലയെടുപ്പിനായി സജ്ജമാക്കരുതെന്ന് കൂടി അറിയിക്കുകയാണ്. ആനപ്പാപ്പന്മാരുടെ ശ്രദ്ധയ്ക്ക് 1ാം റൗണ്ട് സ്റ്റാർട്ട്. ചിറക്കര ശ്രീരാമൻ, കിരൺ നാരായണൻ, ഉണ്ണിപ്പള്ളി ഗണേശനും ആമ്പാടി ബാലനും അടങ്ങി ഗജരാജാക്കന്മാർ ആദ്യ റൗണ്ടിൽ ഇതാ നിങ്ങളുടെ മുന്നിൽ 7 പതിറ്റാണ്ടിന്റെ അഭിമാനം പേറുന്ന ഭഗവാന്റെ തൊട്ടുമുന്നിൽ സജ്ജമാക്കിയ ആനത്തറയിൽ തലയെടുപ്പിനായി സജ്ജമായിരിക്കുകയാണ്. കേരളത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായി നടത്തുന്ന ഒരു ചടങ്ങാണ്. നിലവും അളവും അഴകും അഭിമാനവും ചേർത്തുകൊണ്ടാണ് ഗജരാജാക്കന്മാർ ഇതാ തലയെടുപ്പിനായി നിങ്ങളുടെ മുന്നിലേക്ക് സജ്ജമായിരിക്കുന്നത്. ദേശദേവൻ വലിയവിള പൊന്നുമാടൻ തമ്പുരാന്റെ ചരിത്ര പ്രസിദ്ധമായ ഐതിഹ്യങ്ങളുടെ മണ്ണടലുകളാൽ സമ്പന്നമായ ഈ നാട് അവനവനാത്മസുഖത്തിൽ ആചരിക്കുന്നവ അപർണ സുഖത്തിനായി തീരണമെന്ന വിശ്വമാനവികതയുടെ നവോത്ഥാന മന്ത്രം കേരളത്തിന്റെ അതിരില്ലാത്ത ആകാശഭിത്തിയിൽ ചേർത്ത് വെച്ച മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ മാനവികതയുടെ മൂല്യം പേറുന്ന ഈ മണ്ണടലുകളിലാണ് വിശ്വാസത്തെയും ചരിത്രത്തെയും ചേർത്ത് വെച്ചുകൊണ്ട് നൂറ്റാണ്ടുകളുടെയും പഴമ പേറുന്ന ലക്ഷണമൊത്ത കേരളത്തിലെ എല്ലാ ഗജരാജാക്കന്മാരും വന്നു ചേർന്ന ഈ മണ്ണടലിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ നടത്തുന്ന തലയെടുപ്പിനാണ് ഇപ്പോൾ നാം സാക്ഷ്യം വഹിക്കുന്നത്. 15 നാൾ നീണ്ടുനിന്ന ഉത്സവാഘോഷങ്ങളുടെ ആദ്യ റൗണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. ഉടൻ തന്നെ 2ാം റൗണ്ടിന് വേണ്ടി തലയെടുപ്പ് മത്സരത്തിന്റെ 2ാം റൗണ്ടിനായി ആനകളെ സജ്ജമാക്കണം. ഇവിടെ നിന്ന്
സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ തലയെടുപ്പിനായി സജ്ജമാക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആനകളെ യാതൊരു കാരണവശാലും ഉപദ്രവിക്കുന്ന രീതിയിൽ പാപ്പാന്മാർ പെരുമാറരുത് എന്നറിയിക്കുക. അണിനിരത്തിയിരിക്കുന്ന പാപ്പാന്മാർ ശ്രദ്ധിക്കുക. സ്റ്റാർട്ട്. രണ്ടാം റൗണ്ട് ആരംഭിച്ചിരിക്കുന്നു. രണ്ടാം റൗണ്ട് പൂർത്തീകരിക്കേണ്ടതാണ്. മൂന്നാമത്തെയും അവസാനത്തെയും റൗണ്ടാണ്. ലക്ഷണമൊത്ത 18 നഖങ്ങളും പീലിവാലും ഉയർന്ന കുണ്ടയും മസ്തകവും മണ്ണിലിരിക്കുന്ന തുമ്പിക്കൈയും ചെവിവട്ടവും ചേർത്ത് ഇടവിട്ട കൊമ്പുകളും ചേർന്ന ലക്ഷണമൊത്ത ഗജരാജാക്കന്മാർ. തേനൂറും കണ്ണുകൾ മാതങ്കലിയിൽ സൂചിപ്പിച്ചതുപോലെ തേനൂറും കണ്ണുകൾ, അഭിമാനത്തിന്റെ മസ്തകം, മതപ്പാടിൽ ഏറ്റവും സൗമ്യശാന്തൻ. അങ്ങനെ ലക്ഷണമൊത്ത ഗജരാജാക്കന്മാരിലെ കൂട്ടത്തിലുള്ളവരാണ് ഇപ്പോൾ ആനത്തറയിൽ തലയെടുപ്പിനായി സജ്ജമായിരിക്കുന്നത്. മൂന്നാമത്തെ റൗണ്ട് തലയെടുപ്പ് മത്സരമാണ് ഇപ്പോൾ പ്രത്യേകം സജ്ജമാക്കിയ ആനത്തറയിൽ നടക്കുന്നത്. അങ്ങനെ മൂന്നാമത്തെ റൗണ്ട് അവസാനിച്ചിരിക്കുന്നു. കൊണ്ടുവരുന്ന വ്യക്തിക്ക് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത് ഭക്തവിലാസത്തിൽ പരീതനായ PK ഗോവിന്ദന്റെ പക്കിണിപ്പുലമയുടെ ഓർമ്മയ്ക്ക് 2 ജയകുമാർ ഉത്രാളം വലിയവിള, 3 കൊല്ലയിൽ വെച്ച് ശ്രീമതി ഗൗരിയുടെ ഓർമ്മയ്ക്കായി ചെറുമകൻ ഗൗരീശ്വരത്തിൽ രാജേന്ദ്ര ബാബുവാണ്. ഏറ്റവും അഴകുള്ള ആനയായി തിരഞ്ഞെടുക്കുക. ഈ ആനയെ നേർച്ചയായി കൊണ്ടുവന്നിരിക്കുന്നത് ആദിദേവ് ശിവദേവ്, വലിയവിള തിരക്കഥയിൽ വലിയവിള. ഈ ആണ്ടിലെ 3ാം സ്ഥാനം നേടിയ ചിറക്കര ശ്രീറാമിന് കോടിയിൽ അംബികയുടെ ഓർമ്മയ്ക്കായി പുള്ളിയിൽ തങ്കമണി നൽകിയ ട്രോഫി ഇതാ ശ്യാം ഷാബ്ജാൻ ഏറ്റുവാങ്ങുകയാണ്. അമ്പാടി ബാലനാണ്. അമ്പാടി ബാലൻ ഇതാ അഭിമാനത്തിന്റെ മസ്തകം ചേർത്തുകൊണ്ട്
പാലകാപ്യ ഗണപതി പുരസ്കാരം പാലകാപ്യ മുനിയുടെ നാമാക്ഷരങ്ങൾക്കുള്ള ബഹുമതി നേടുന്ന പുരസ്കാരം നേടുന്നതിനായി CR സവനപ്പോലെ മഴവിൽ അഴക് പോലെ തീർക്കുന്ന മെസ്സിയെ പോലെ ഇതാ മൂന്നാമതും സമ്മാനം നേടി കടന്നു വരികയാണ് നമ്മുടെ സ്വന്തം അമ്പാടി ബാലൻ. ഈ ഗജരാജനെ നേർച്ചയായി എഴുന്നള്ളിക്കുന്നത് വിജയ് ബോസിന്റെ നേതൃത്വത്തിലുള്ള വലിയ പരിപാലന സംഘമാണ്. പാലകാപ്യ ഗണപതി പുരസ്കാരത്തിന് മൂന്നാം തവണയും അഭിമാനത്തോടെ പൊന്നുഭഗവാന്റെ തിരുമുമ്പിൽ നിന്ന് സമ്മാനം ഏറ്റുവാങ്ങുകയാണ് നമ്മുടെ ഗജരാജൻ അമ്പാടി. പാപ്പാര ട്രോഫി സമ്മാനിക്കുകയാണ്. ശിവദത്ത് ശ്രീ ശിവ ബേക്കേഴ്സ് നൽകുന്ന ക്യാഷ് അവാർഡ് പഞ്ചരംഗത്ത് ദാമോദരന്റെയും കമലമ്മയുടെയും എഴുന്നള്ളിച്ച വ്യക്തിക്ക് നൽകുന്നത് 10,001 രൂപ ക്യാഷ് അവാർഡാണ്. ബിജു RR ഭവൻ വലിയവരുടെ ഓർമ്മയ്ക്കായി ഭാര്യ ശൈലജ ഒന്നാം സമ്മാനമായി നൽകുന്ന 10,000 രൂപ ക്യാഷ് അവാർഡും ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബിജു RR ഭവൻ വലിയവിള ഓർമ്മയ്ക്കായി ഭാര്യ ശൈലജ. തലയെടുപ്പുള്ള കൊമ്പനാനയുടെ അപ്പാപ്പന് മഞ്ചിയിൽ കുടുംബസമിതിക്ക് വേണ്ടി ഷിജി നൽകുന്ന ക്യാഷ് അവാർഡ്. ഏറ്റവും തലയെടുപ്പുള്ള കൊമ്പനായുടെ പാപ്പാന് ഭക്തിവിലാസത്തിൽ പര്യനായ ശാംസുന്ദന്റെ ഓർമ്മയ്ക്കായി ഭാര്യയും മക്കളും നൽകുന്ന 3,001 രൂപ ക്യാഷ് അവാർഡ്. തലയെടുപ്പുള്ള കൊമ്പനാനയുടെ പാപ്പാന് ദാമോദരന്റെയും കമലമ്മയുടെയും ഓർമ്മയ്ക്കായി ഉഷാ സെക്കൻഡ് ഭവൻ വെള്ളാപ്പിൽ മുക്ക് നൽകുന്ന 1,001 രൂപയും ഒരു ജോഡി ഡ്രസ്സും. കൊണ്ടുവരുന്ന വ്യക്തിക്ക് ശിവദത്ത് ശ്രീ ശിവ ബേക്കറി നൽകുന്ന 1,000 രൂപ ക്യാഷ് അവാർഡ്. രൂപ ക്യാഷ് അവാർഡ് കൂടി നൽകുന്നുണ്ട്.